നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ആ വെയിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കുമോ എന്നും ഈ ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്. റെസണേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയണം. വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കുക. അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസണേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻഡ്ലെസ് ആണ്. നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. കൂടാതെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വന്നു ചേരുന്നതായിരിക്കും. കൂടാതെ ഇതൊരു ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം. കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യരുത്. കാരണം നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്നത് മാത്രമേ നമ്മളിലേക്ക് പോസിറ്റീവായിട്ട് വരുള്ളൂ. നമ്മൾ നെഗറ്റീവായിട്ട് എന്തിനെ സ്വീകരിച്ചാലും അത് അതിൻ്റെ എനർജി ആയിട്ടേ നമ്മളിലേക്ക് വരികയുള്ളൂ. അത് നമ്മൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കൂടാതെ തന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് എന്നും ഇത് നമ്മൾ ഡിവൈനോട് ചോദിച്ചെടുക്കുന്ന ഒരു ഫ്യൂച്ചർ എനർജിയാണെന്നും മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ എന്താണ് വരാൻ പോകുന്ന മാറ്റം, നിങ്ങളുടെ വെയിറ്റിങ്ങിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എനർജി എന്താണെന്ന് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജിയിലേക്ക് വരുമ്പോൾ ഫെബ്രുവരി മാസക്കാരുടെയും അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൻ്റെയും എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ജൂലൈ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ 9 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു കാത്തിരിപ്പിൻ്റെ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ പ്രതിസന്ധികളുണ്ട്. ഒന്നെങ്കിൽ നിങ്ങളെ തന്നെ കണക്റ്റ് ചെയ്തുള്ള തടസ്സങ്ങളായിരിക്കാം ആ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തത്. നിങ്ങളുടെ ജീവിതത്തിലെ ചില കർമ്മ എനർജികളാവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളെ കണക്റ്റ് ചെയ്തുള്ള തടസ്സങ്ങളാവാം ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്കോ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിലേക്കോ ചെന്ന് ചേരാൻ പറ്റാത്ത ഉള്ളൊരു എനർജി കാണുന്നത്. തീർച്ചയായിട്ടും ഡിവൈന് വിട്ടു കൊടുക്കേണ്ട ഒരു ബന്ധം തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ ഈ ഒരു ബന്ധം കാത്തിരിപ്പിനെ തന്നെയാണ് നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണുന്നത്. ഒരു ലോസ് എനർജി ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട്. ഇതിനകത്ത് ഒരു വ്യക്തി മറ്റൊരു പേഴ്സണ് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിളിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ പിന്നാലെ ഒരുപാട് പോയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങളുടെ പിന്നാലെ ആ ഒരു വ്യക്തി ഒരു ടൈമിൽ ഒരുപാട് വന്നിട്ടുണ്ടാവാം. എന്താണെങ്കിലും ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് നിങ്ങളെ തമ്മിലുള്ള ഒരു ബന്ധത്തിനകത്ത് ശരിക്കും കണക്ഷൻസിന് വേണ്ടിയിട്ട്, അതായത് ഒരു ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തി വളരെയധികം ശക്തമായിട്ട് ചെയ്തിട്ടുണ്ടാവാം. ഇതിനകത്ത് നിങ്ങളുടെ ബന്ധത്തിലൊരു വിള്ളൽ വരാൻ ചിലപ്പെങ്കിൽ കാരണം സാമ്പത്തികപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ഒരു പേഴ്സണെ സംബന്ധിച്ച്. അതിൻ്റെ ഫലമായിട്ടൊരു ഡൗൺ എനർജിയിലേക്ക് പോയതാവാം ഈ ഒരു ബന്ധം. ഒരു എനർജിയിലേക്ക് നോക്കുമ്പം ഡൗൺ ആയി പോവാൻ സാധ്യത. ഈ ഒരു വെയിറ്റിംഗ് എനർജിയിലേക്ക് നിങ്ങൾ മാറേണ്ടി വന്നത്. മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പം മൈൻഡ് ലോസ് എനർജിയാണ് വന്നിരിക്കുന്നത്. മാനസികമായിട്ടുള്ള ചില അകൽച്ചകൾ സംഭവിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് കൂടി ഈ ഒരു ബന്ധത്തിൽ സ്ട്രോങ് ആയിട്ട് വന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു വ്യക്തിനെ നിങ്ങളുടെ പേഴ്സണിൽ കണക്റ്റ് ചെയ്താണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് കാണാൻ പറ്റുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് കൂടുതൽ കണക്റ്റഡ് ആവാനുള്ള കാരണവും ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില സപ്പോർട്ടുകൾ തന്നെയായിട്ടാണ് കാണുന്നത്. നിങ്ങളെയും ആ ഒരു വ്യക്തിയെയും തമ്മിൽ ബാലൻസ് ചെയ്ത് നോക്കിയപ്പോൾ, ജസ്റ്റിസ് ചെയ്ത് നോക്കിയപ്പം
ഈ ഒരു പേഴ്സണ് കുറച്ചും കൂടി പോസിറ്റീവായിട്ട് തോന്നിയത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടിയിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയതായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിൽ നിന്നിരുന്ന ഒരു റിലേഷനിൽ ആ ഒരു സിറ്റുവേഷൻസ്, ആ ഒരു സെക്യൂരിറ്റി പവർ ലോസായി പോയി. ആ ഒരു ബന്ധത്തിന് ശക്തമാകുന്ന വിള്ളൽ വന്നു. തീർച്ചയായിട്ടും പ്രതിസന്ധികളുണ്ട്, തടസ്സങ്ങളുണ്ട്. ഇപ്പോഴും തടസ്സങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത്. കാത്തിരിക്കേണ്ടി വരും ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ടെന്നാണ് കാണുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം അവരെ സംബന്ധിച്ച് അവർക്കൊരു കൺഫ്യൂസ്ഡ് എനർജി ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സിറ്റുവേഷൻസ്, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസും നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പോഴും ഇൻവോൾവ് ആണ്. അത് നിങ്ങളെയും ആ ഒരു വ്യക്തിയെയും സംബന്ധിച്ച് നോക്കുമ്പം ഒരു ബാലൻസ് ചെയ്യാൻ, എന്താണ് സെലക്ട് ചെയ്യേണ്ടത്, ഏത് തീരുമാനമാണ് എടുക്കേണ്ടത്, ഒന്നിനും മെച്ചമായിട്ടുള്ളൊരു ഫീലിങ്സ് എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. പക്ഷെ നിങ്ങളെ പ്രഷ്യസ് ആയിട്ട് ആ ഒരു പേഴ്സൺ ഇപ്പോൾ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഒരു അബണ്ടൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നല്ലൊരു സഹനശക്തിയോട് കൂടി, അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്റ്റിലേക്ക്, നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങളിലാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഭദ്രത, അതായത് ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിലാണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മാത്രവുമല്ല ഈ ഒരു റിലേഷനിൽ അവരെ സംബന്ധിച്ച് നോക്കുമ്പം എഫേർട്ട് എടുക്കേണ്ട റിലേഷനാണ്. അതായത് ഒന്നേന്ന് തുടങ്ങേണ്ട ഒരവസ്ഥയിലാണ് നിങ്ങളുടെ ബന്ധത്തെ കൊണ്ടുചെന്ന് എത്തിച്ച് നിർത്തിയിരിക്കുന്നത്. ശരിക്കും നിങ്ങളുടെ ബന്ധത്തെ പൂർണ്ണമായിട്ടും ഒരു എൻഡിങ് എനർജിയിലാക്കി നിർത്തിയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ കടന്നുപോയത്. അതുകൊണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളോട് വളരെ അട്രാക്ഷൻ തോന്നുന്നുണ്ട്, നിങ്ങളിലേക്ക് വന്നാൽ കൊള്ളാമെന്നുണ്ട്. എങ്കിൽ പോലും കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നതിൻ്റെ കാരണം എഫേർട്ട് എടുക്കണം ഒന്നേന്ന് തന്നെ. ചിലപ്പോൾ അവർ തന്നെ ഒരു പ്രപ്പോസലുമായിട്ട് നിങ്ങളിലേക്ക് വരേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു റിലേഷൻ നിൽക്കുന്നതെന്നാണ് അവർ ഇപ്പം മനസ്സിലാക്കുന്നത്. പക്ഷേ നിങ്ങൾ അവർക്ക് വേണ്ടി സ്റ്റിൽ വെയിറ്റിംഗ് ആണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളിപ്പോൾ ഒരു സെൽഫ് ലവ് എനർജിയിലാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുന്നു, നിങ്ങളിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നു, നിങ്ങളെ മാത്രം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളൊരു തോന്നലിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. ശരിക്കും ഇപ്പോൾ കൺഫ്യൂഷനാണ് എന്ന് പറഞ്ഞ് തേർഡ് സിറ്റുവേഷൻസ് ഒന്നും എൻ്റെ ആയിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ബന്ധത്തിൽ എഫേർട്ട് എടുക്കേണ്ടി വരുമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ബർഡൻ എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം ഒരുപാട് വേണ്ടാത്ത വയ്യാവേലികൾ എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റിയോട് കൂടി ഒരു ലൈഫ് സിറ്റുവേഷൻസ് ആവാം നിങ്ങളുടെ വ്യക്തിക്ക്. അതല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞൊരു ലൈഫ് സിറ്റുവേഷൻസ് ആവാം. ഹാർഡ് വർക്കിംഗ് എനർജിയും പ്ലസ് ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റാത്ത വിധം, ഒന്നിനെയും തല ഉയർത്തി നോക്കാൻ പറ്റാത്ത വിധം എവിടെയാണോ ഈ ഒരു വ്യക്തി നിൽക്കുന്നത് അവിടെ എപ്പോഴും ഹാർഡ് വർക്കിംഗ് എനർജിയിൽ അല്ലെങ്കിൽ ഒരു എഫേർട്ടിങ് എനർജിയിലൂടെ കടന്നു പോകുന്നു. ചുറ്റുപാടിലും വരുന്ന മാറ്റങ്ങളോ ചുറ്റുപാടിൽ എന്ത് സംഭവിക്കുന്നെന്നോ ഒന്നും ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ കാലം കടന്നു പോകുന്നു, ഏജ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഇതൊന്നും ഈ ഒരു പേഴ്സണ് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് ഓർക്കാനോ ടൈം ഇല്ലാത്ത വിധമുള്ള ചില ബർഡൻ എനർജികളിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. നിരാശ കാണുന്നുണ്ട്, ഒറ്റപ്പെടൽ, സ്ട്രെസ്സും അനുഭവിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അവർക്കൊരു റെസ്പെക്റ്റ് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസ് അല്ല. അവരെപ്പോഴും ടെൻഷൻ അടിക്കുന്ന, അതായത് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു സ്ട്രെസ് എനർജിയിലൂടെ കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഹാർട്ട് ബ്രോക്കൺ എനർജിയാണ്. ഒന്നുമില്ല, ഒരു ശൂന്യമാകുന്ന ഒരവസ്ഥ, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എലോൺ എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ, കൂടാതെ തന്നെ കൺഫ്യൂസ്ഡ് ആയൊരു ബന്ധനാവസ്ഥ. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. പക്ഷേ അതിനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു സ്ട്രെങ്ത് അവർക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മാത്രവുമല്ല ഇവരെ സംബന്ധിച്ച് ഇവരൊരു എലോൺ എനർജിയിലാണ്.
ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ്. അവരോട് തന്നെ ചോദ്യം ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത്. കാരണം സ്ട്രോങ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, അവർ തല ഉയർത്തി ഒന്നും തന്നെ കാണുന്നില്ല. അവരുടെ സമയം കടന്നു പോകുന്നതോ അവരുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളോ അവർക്ക് ഒന്നിനെക്കുറിച്ചും യാതൊരുവിധ അറിവുമില്ല. കാരണം അവരെപ്പോഴും തല കുനിഞ്ഞ്, ഇതിനകത്ത് വരുന്ന കാർഡുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തല കുനിച്ച് നിൽക്കുന്ന ഒരു എനർജിയും കണ്ണുകൾ കെട്ടി നിൽക്കുന്ന ഒരു എനർജിയും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചുറ്റുപാടിലേക്ക് നോക്കാതെ എവിടെയാണോ നിൽക്കുന്നത് അവിടേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് തിരിച്ചറിവ്. എന്നാൽ അവരുടെ കയ്യിലൊരു പ്രകാശമുണ്ട്, ഒരു വെളിച്ചമുണ്ട്, ഒരു ടോർച്ചുണ്ട്. അതൊന്ന് തല ഉയർത്തി ദൂരേക്ക് അടിച്ചു നോക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ല. എല്ലാത്തിനോടും ഒരു വിരക്തി ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല ഇവരെ സംബന്ധിച്ച് ഒരു സ്പിരിച്വൽ പാതയിലൂടെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. മറ്റൊരു ഫെമിനിയൻ എനർജിയുടെ ഓവർ കൺട്രോളിങ്ങും ഒന്നെങ്കിൽ കരിയർ എനർജിയെ ബേസ് ചെയ്തോ അതല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് എനർജിയോ ബേസ് ചെയ്ത് ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ഇവരുടെ ജീവിതത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ആ ഒരു ബന്ധന അവസ്ഥയിലും ഇവർ ട്രാപ്പിൽ പെട്ട് നിൽക്കുകയാണ്. പോസിറ്റിവിറ്റി ഉണ്ട്, പുറത്ത് കടന്നു കഴിഞ്ഞാൽ പുതിയൊരു ജീവിതമുണ്ട്. പക്ഷേ ഇതൊന്നും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഇവരെ ബ്ലൈൻഡാക്കി നിർത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെ കണ്ണുകൾ കെട്ടി ഒരു ബന്ധന അവസ്ഥയിലാക്കി നിർത്തിയിരിക്കുന്ന ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസും ഇവരുടെ ജീവിതത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പാസ്റ്റിൽ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു സ്നേഹം, ആ ഒരു ബന്ധം ഒന്നെങ്കിൽ അവർ റിജക്റ്റ് ചെയ്തതാണെങ്കിൽ അവർക്ക് അതിനകത്ത് ഇപ്പോൾ വളരെയധികം നിരാശയുണ്ട്. അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങളുടെ ഓർമ്മകൾ അവരെ വളരെയധികം മുന്നോട്ടേക്ക് നയിക്കാൻ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ കൺഫ്യൂഷനാണ് എപ്പോഴും. തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ്, അതല്ലെങ്കിൽ വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇതിനകത്തുണ്ട്. മാത്രമല്ല അവർ ചിന്തിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ട ഒരു എനർജിയാണ്. നിങ്ങളെ റിജക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിലുള്ള പാസ്റ്റിലുള്ള ഒരു സ്നേഹബന്ധം അവസാനിച്ചതോടുകൂടി ആ ഒരു റിജക്ഷൻ, അതായത് കാലമായിട്ടോ അതല്ലെങ്കിൽ അവരുടെ വിധിയായിട്ട് അതിനെ മാറ്റിക്കളഞ്ഞതാണ്. അപ്പം അതൊരു വെല്ലുവിളിയാണോ? അതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടോ എന്നുള്ള ഒരു തോന്നലുകൾ, അതായത് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ എനർജി അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ ചിന്തകളിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവരെ സംബന്ധിച്ചുള്ള മറ്റൊരു എനർജിയിലേക്ക് നോക്കുമ്പോൾ എലോൺ എനർജീനെ, ഒറ്റപ്പെടലിനെ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഈ ഒരു വ്യക്തി. അവർക്ക് എത്ര കാലം വേണമെങ്കിലും എത്ര നാൾ വേണമെങ്കിലും എലോൺ എനർജിയിലൂടെ കടന്നു പോകാൻ പറ്റും. ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ അവരുടെ ഉള്ളിലുണ്ട്. അത് നിങ്ങളെയും കണക്റ്റ് ചെയ്തുള്ള ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഡൻ ആക്ഷൻ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർ വെയിറ്റിങ്ങിലാണ്, സമാധാനപരമായ വെയിറ്റിങ്ങിലാണ്. കാരണം തീർച്ചയായിട്ടും ഒരു ലവേഴ്സ് കാർഡാണ് അതിൽ വന്നിരിക്കുന്നത്. അത് അവർ വെയിറ്റിങ്ങിലാണ്. കാരണം അവർക്കൊരു പാർട്ട്ണർ എനർജി അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. അവരത് തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആരോടൊപ്പം ആയിരിക്കണം അവരുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നത് അവർ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് കാണുന്നത്. ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. സിംഗിളായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് മാര്യേജ് എന്ന് പറയുന്ന ഒരു യോഗം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയോടൊത്തുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിൽ പോകുന്നവരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പൂർണ്ണതയോടുകൂടി തിരിച്ചു വരും. നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നതിന് പൂർണ്ണമായിട്ടും ഫലം ലഭിക്കും. അതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എനർജിയിലേക്ക് കണക്റ്റ് ചെയ്താലും ഈ ഒരു ബന്ധത്തിനകത്ത് നിങ്ങൾക്കൊരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ്, നിങ്ങൾക്കൊരു പാർട്ട്നേഴ്സ് എനർജിയുടെ ഇമോഷൻസുകൾ കൈമാറാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത്. കാത്തിരിപ്പിന് തീർച്ചയായിട്ടും ഒരു പൂർണ്ണതയുണ്ട്, സക്സസ് ഉണ്ട്. ദ നൈൻ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. ചില നിമിഷങ്ങളിൽ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷൻസിനോർത്ത് നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടാവാം. നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ടു, ചതിക്കപ്പെട്ടു എന്നോർത്ത് സ്വയം ശപിക്കുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. പക്ഷേ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ അവരെ സംബന്ധിച്ച് എനർജിയിലേക്ക് പോകുമ്പോൾ അവർക്ക് എന്തൊക്കെയോ ഒരു ലോസ്,
അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു വിയോഗമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല അവരും ശരിക്കും മാനസികപരമായിട്ട് കുറ്റബോധം അനുഭവിക്കുന്നുണ്ട്. അവർ തെറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നലൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇമോഷണൽ പരമായിട്ട് ഈ ഒരു പേഴ്സൺ വളരെ മെച്യൂരിറ്റിയാണ് കേട്ടോ. ഇമോഷണലി ഒന്നും ആർക്കും മുമ്പിലും അടിയറ പറയുകയോ ഒരു പൈങ്കിളി എനർജിയിലൂടെ പെരുമാറുകയോ ഒന്നും ചെയ്യുന്ന പേഴ്സണാലിറ്റി അല്ല. വളരെ മെച്യൂരിറ്റിയും വളരെയധികം സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുകയും ഇമോഷണൽ ബാലൻസ്, അതായത് ഇമോഷൻസിനെ കൺട്രോളിങ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അവരാഗ്രഹിച്ചൊരു ബ്ലെസ്സിങ്സ് ആണ്, സക്സസ് ആണ്. അതായത് അവരുടെ ജീവിതത്തിൽ അവർക്കൊരു വിജയം നേടണം. അവരെന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവർ കണക്കു കൂട്ടി വെച്ചിരിക്കുന്ന ചില ലക്ഷ്യങ്ങളെ മാത്രം അവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. കൂടാതെ തന്നെ ഇമോഷൻസിനെ അവർ പതുക്കെ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്, മാറ്റി നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം അവരുടെ ആ ഒരു ലൈഫിലേക്ക് അവരാകുന്ന ആ ഒരു വീട്, അവർക്ക് ചുറ്റും എന്താണോ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്, ഏറ്റവും പ്രാധാന്യമുള്ള ആ ഒരു സിറ്റുവേഷൻസിലേക്ക് അവർ സെൽഫായിട്ട് അവർ സ്വയം റിസ്ക് എടുത്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, ആരുടെയും സപ്പോർട്ടിന് നിൽക്കാതെ അവർ എലോൺ എനർജിയിലാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത്. അവരെ സംബന്ധിച്ചൊരു പ്രതിസന്ധി ഉള്ളത്, ഒരു തടസ്സമായിട്ട് തോന്നുന്നത് ഒരു ഫെമിനിയൻ എനർജിയുടെ ബ്ലോക്കേജ്, അതല്ലെങ്കിൽ ഒരു ഫെമിനിയൻ എനർജി ഇവരെ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് മെയിലായാലും ഫീമെയിലായാലും അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ, ഭയങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ്. ഒന്നെങ്കിൽ ആ ഒരു ഫെമിനിയൻ എനർജി മെയിൽ എനർജിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഒരു കപ്പ് ഓഫ് ലവ് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ആ ഒരു പേഴ്സണിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. ഇതൊരു ഫീമെയിൽ എനർജീനെ കണക്റ്റ് ചെയ്യുമ്പോൾ ജീവിതത്തിൽ ബ്ലോക്കേജുകൾ വരുത്തുന്നു, അതായത് വിരക്തി ഫീൽ ചെയ്യിപ്പിക്കുന്നു, ആഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ചില ബിഹേവിയറാണ് ഈ ഒരു ഫെമിനിയൻ എനർജിയിൽ നിന്ന് ലഭിക്കുന്നത്. ഒരു ശത്രുദോഷം എനർജിയാണ് ഫീമെയിൽ എനർജിക്ക് ഈ ഒരു ഫീമെയിൽ എനർജിയിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്നത്. മെയിൽ എനർജിയിലേക്ക് നോക്കുമ്പം ഈ ഒരു ഫീമെയിൽ എനർജി എന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു പേഴ്സണെ അട്രാക്റ്റ് ചെയ്യാനായിട്ട്, ആ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റ് ചെയ്ത് എടുക്കാനുള്ള ചില വെല്ലുവിളികളാണെങ്കിൽ പോലും ആ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ഈ ഒരു പേഴ്സണെ അട്രാക്റ്റ് ചെയ്യുന്ന ചില എനർജികളായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും നിങ്ങൾ ഈ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഹാപ്പി ഫാമിലി ലൈഫ്, ഒരു ചിൽഡ്രൻസോടൊക്കെ കുട്ടികളോടൊക്കെ കൂടിയ ഒരു സന്തോഷം നിറഞ്ഞ പോസിറ്റിവിറ്റിയായ ഒരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്കിതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് 100% പറയാൻ പറ്റും. നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിക്കുക, നല്ലപോലെ കാത്തിരിക്കാൻ ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ സ്വപ്നം എന്താണെങ്കിലും അത് ഈ ഒരു വ്യക്തിയിലൂടെ തന്നെ നിങ്ങൾക്ക് പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എനർജി എന്ന് പറയുന്നതും നിങ്ങളോട് വെയിറ്റിംഗ് ചെയ്യണം. സ്ട്രെസ് എനർജിയിൽ നിന്ന്, ആൻസൈറ്റി, ഡിപ്രഷനിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് കടക്കണം. നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യണം, വളരെ സ്ട്രോങ് ആവണമെന്നാണ് കാണുന്നത് കേട്ടോ. കാര്യങ്ങളെ ബാലൻസ് ചെയ്യണം, ഫോർഗീവ്നെസ് ചെയ്യണം. ചിലതൊക്കെ നിങ്ങൾ വിട്ടുകളയാനും ക്ഷമിക്കാനും വീണ്ടും ഒരു പുനർവിചിന്തനം നടത്തി മുന്നോട്ടേക്ക് പോകാനും ശ്രമിക്കണം. ജീവിതത്തിൽ ഒരു സ്ട്രോങ് എനർജിയിലേക്ക് വരാൻ ശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ ഒരു പേഴ്സണോടൊപ്പം ഒരു ഫ്യൂച്ചർ ലൈഫ് ട്രാവലിംഗ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എല്ലാ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഹീലാവേണ്ട കാര്യങ്ങളെ ഹീലാക്കാൻ പറ്റും. റിലീഫ് എനർജിയിൽ ഒക്കെ ലഭിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെയാണ്. ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്താൻ സാധിക്കും. പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ വരുന്ന എന്ത് പ്രോബ്ലംസിനെയും നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. ഈ ഒരു വ്യക്തിയോടൊപ്പം തന്നെ ഒരു ഫ്യൂച്ചർ ലൈഫ് നിങ്ങൾക്കുണ്ട് എന്നത് 100% ഉറപ്പാണ്. നിങ്ങൾ കാത്തിരിക്കുന്ന, നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ കൺട്രോളിങ് പവറിൽ വരും. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബന്ധത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി
തടസ്സങ്ങളെല്ലാം നിങ്ങൾക്ക് മറികടന്നുകൊണ്ട് ഒരു ഗുഡ് ന്യൂസ് എനർജി വരും. ടൈം എടുക്കുമെന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുക. മാക്സിമം മെഡിറ്റേഷൻസും കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. തെറ്റായ ഒരു കാര്യങ്ങളും, അതായത് വശീകരിക്കാനുള്ള സീസും അതൊന്നും ചെയ്യില്ല. ആ ഒരു കർമ്മയ്ക്കുള്ള ഒരു ടൈം വിട്ടുകൊടുക്കുക. അതായത് പെയിൻ്റെ ടൈം ആണെങ്കിൽ ആ ഒരു പെയിൻ അനുഭവിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാവുക. നമ്മൾ എന്തെങ്കിലും ഒരു മുറിവ് നമ്മുടെ ശരീരത്തിലുണ്ടായാൽ ആ മുറിവ് കരിയുന്നത് വരെ നമുക്ക് പെയിൻ ഉണ്ടെങ്കിൽ നമ്മളത് പെയിൻ അനുഭവിച്ച് തന്നെ തീർക്കണം. മെഡിസിൻ കഴിച്ചാലും എന്ത് ചെയ്താലും വീണ്ടും ആ മുറിവ് കരിയുന്നത് വരെ നമുക്ക് ആ ഒരു പെയിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സാഹചര്യത്തെ കടന്നു പോകേണ്ടവരാണ്. എന്നതുപോലെ തന്നെ ഇതും ഒരു ചെറിയ മുറിവായിട്ട് കാണുക. തീർച്ചയായിട്ടും ആ ഒരു സമയം കഴിയും വരെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് സഹനശക്തിയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുക. റീയൂണിയൻ എനർജി, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോടു കൂടിയ ഒരു റീയൂണിയൻ എനർജി നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് പോസിറ്റീവായിട്ട് നിങ്ങൾ സെൽഫ് ലവ് എനർജിയിലേക്ക് കണക്റ്റ് ചെയ്ത് കടന്നു പോവുക കേട്ടോ. അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.